മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കൃതികളൊക്കെയും അല്ലെങ്കിൽ ഏതാണ്ടൊക്കെ എല്ലാ കൃതികളും സിനിമയിലേക്ക് രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ചെമ്മീൻ മുതൽ ഇങ്ങോട്ട് നമുക്ക് ഏറ്റവും അവസാനമായി ഇറങ്ങിയ വിലായത്ത് ബുദ്ധ വരെയുള്ള നോവലുകളും അല്ലെങ്കിൽ കഥകളെല്ലാം സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പല പരീക്ഷണങ്ങളും വളരെ വലിയ വിജയമായിരുന്നു, ചിലതൊക്കെ പരാജയങ്ങളുമായിരുന്നു. പരാജയം എന്ന് പറയുന്നത് കേവലം ഒരു ബോക്സ് ഓഫീസ് എന്നുള്ള രീതിയിലല്ല പറയുന്നത്. അതിൻ്റെ ദൃശ്യഭാഷയിലേക്ക് അത് മാറ്റുന്ന സമയത്ത് കഥയിലില്ലാത്ത അല്ലെങ്കിൽ കഥയിലുള്ള എന്തോ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുമുണ്ടായി. ഇന്ന് നമ്മോടൊപ്പം ഇതേക്കുറിച്ച് സംസാരിക്കുന്ന ശ്രീ അനന്തപത്മനാഭൻ, അദ്ദേഹം ജനിച്ചത് തൊട്ടേ ഈ കഥയുടെയും സിനിമയുടെയും ഇടയിലാണ് എന്ന് നമുക്ക് പറയാം. മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച ചലച്ചിത്രകാരനും കഥാകൃത്തുമായ പത്മരാജന്റെ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കഥകളും സിനിമകളും കണ്ടും വായിച്ചുമാണ് അദ്ദേഹം വളർന്നിട്ടുള്ളത്. അപ്പോൾ താങ്കൾക്ക് അച്ഛൻ്റേത് മാത്രമല്ല, പൊതുവിൽ ഈ ദൃശ്യകലയ്ക്കും ഈ എഴുത്ത് എന്നുള്ള ഒരു കലയ്ക്കും ഇടയിലുള്ള കാര്യങ്ങളെ പരിശോധിക്കുമ്പോൾ, ഒരു കഥ സിനിമയാകുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പിന്നീട് പറയാം. കഥയിൽ നിന്നും സിനിമയിലേക്ക് എത്തുമ്പോൾ കൂടുതലായിട്ട് ആ സിനിമയിലേക്ക് വരുന്നത്, പ്രേക്ഷകരിലേക്ക് കിട്ടുന്നത് എന്താണ് എന്ന് ചില ഉദാഹരണങ്ങളിലൂടെ പറയാൻ കഴിയുമോ? ആദ്യമേ പറയട്ടെ, ഈ നമ്മുടെ ഒരു വളരെ ഫേമസ് കോട്ട് ഉണ്ടല്ലോ, വാട്ട് ഈസ് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ ഈസ് പോയട്രി. പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമയുടെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ വാട്ട് ഈസ് ഗെയിൻഡ് ഇൻ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ക്രിയേഷൻ ഈസ് പോയട്രി എന്ന് ചില സമയത്തൊക്കെ നമ്മൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഉദാഹരണം ഓളവും തീരവും എന്നുള്ള കഥ എത്രയോ മനോഹരമായ ഒരു തിരക്കഥയും പിന്നീട് സിനിമയുമായി. മറ്റൊരു ഉദാഹരണം അദ്ദേഹത്തിന്റെ തന്നെ വടക്കൻ വീരകഥ. അത് വടക്കൻ പാട്ട്, വടക്കൻ പാട്ടുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം മറ്റൊരു ശരിക്കും ഒരു സെല്ലുലോയിഡിൽ ഒരു ഇതിഹാസം സൃഷ്ടിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ചിലതൊക്കെ വളരെ വളരെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഗോഡ് ഫാദർ, ഏറ്റവും പ്രധാനപ്പെട്ട മരിയോ പുസോയുടെ നോവൽ, അത് സിനിമയായപ്പോഴുണ്ടായ അതിന് കിട്ടിയ ഒരു മാനം വളരെ വലുതാണ്. മലയാളത്തിൽ ധാരാളം അത്തരം നല്ല ഇൻസ്റ്റൻസസ് ഉണ്ട്, വളരെ മോശം ഇൻസ്റ്റൻസസും ഉണ്ട്. വായനക്കാർ ഇച്ഛാഭംഗത്തിനിരയായ 2 ഇൻസിഡൻസ് പറയാം. ഒന്ന് എം.ടിയുടെ അസുരവിത്ത്. അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി സിനിമയായപ്പോൾ വല്ലാത്ത നിരാശയാണ്. മറ്റൊന്ന് പത്മരാജന്റെ നക്ഷത്രങ്ങളെ കാണും. ഇത് രണ്ടും ആളുകൾ വളരെയധികം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയും ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുകയും ചെയ്ത നോവലുകളാണ്. പക്ഷെ അതിന്റെ ട്രാൻസ്ലേഷനിൽ അത് എഴുതിയ ആളുകൾക്ക് തന്നെ പിഴവ് പറ്റിയിരിക്കുന്നു. അപ്പൊ അത് സംഭവിക്കാം. എന്നാൽ ഇവര് ഇതിന്റെ ഏറ്റവും നല്ല മാതൃകകൾ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛന്റെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളാണ്. കെ സുധാകരന്റെ നോവലേറ്റിൽ റേപ്പില്ല, എന്തിനെ ഒരു മാനഹാനി പോലും കൃത്യമായി പറയുന്നില്ല. അതിലെ നായകൻ ആന്റണിയാണ്. പക്ഷെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ മറ്റൊരു കഥയായിരുന്നു. അതൊരു എനിക്ക് തോന്നുന്നു മറ്റൊരു അവതാരം എടുത്തു വരികയാണ്. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കൂടെവിടയിലെ അവസാനം ശരിയായ ഇല്ലിക്കാടുകൾ പോകുമ്പോൾ അതൊരു മേഘാലയയിൽ ഗൂർഖ ഗ്രൂപ്പിന്റെ ഇടയിൽ നടക്കുന്ന ഒരു ബ്രാഹ്മൺ ലേഡിയും അവളുടെ കസിൻ, എനിക്ക് എന്തോ ഒരു മൂർത്തി എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു, അതോ പട്ടാഭിരാമൻ, എനിക്ക് കൃത്യമായ ഓർമ്മയില്ല. അതാണ് ക്യാപ്റ്റൻ തോമസ്. അയാൾ പതിയിരുന്ന് കൊല്ലുക തന്നെയാണ് ശരിയായ നോവല്. പക്ഷെ സിനിമയിലേക്ക് വന്നപ്പോൾ അത് മറ്റൊന്നായി. അയാൾ അവസാനം പറയുന്നുണ്ട്, കൊലപാതകം എന്ന് ഞാൻ സമ്മതിച്ചുകൊണ്ട് കൊലപാതകം, ആക്സിഡന്റ് എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ആക്സിഡന്റ്. ശരിക്കും അത് ആക്സിഡന്റ് ആണ്, അയാളുടെ കയ്യിൽ നിന്ന് പോയ സംഭവം. അവിടെയാണ് ഈ ക്യാരക്ടറിനെ ഒരു ഗ്രേ സ്പേസിൽ നിർത്തുകയും കഥയ്ക്ക് ഒരു വല്ലാത്തൊരു അനുശൂതി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മാജിക്കാണ്. അത് ചില സമയത്ത് അത് സംഭവിക്കും, ചില സമയത്ത് അത് സംഭവിക്കാതെ പോകും. അതാണ് അതിൽ ഇപ്പോ കഥ എഴുതുന്ന ആള് തന്നെയാണ് അത് സിനിമയാക്കുന്നതെങ്കിൽ അയാളുടെ പൂർണ്ണമായും അദ്ദേഹത്തിന്റെ തന്നെ ഒരു സ്വാതന്ത്ര്യമാണ് അതിൽ പ്രയോഗിക്കപ്പെടുന്നത്. എന്നാൽ ഒരു കഥ സിനിമയാക്കുന്നത് മറ്റൊരാളാണെങ്കിൽ കഥാകൃത്തിന്റെ സ്വാതന്ത്ര്യം എവിടെ അവസാനിക്കുന്നു? രസമുള്ള ഒരു ഇൻസ്റ്റൻസ് പറഞ്ഞുകൊണ്ട്, ട്രിവിയ പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് കിടക്കാം. പാണ്ഡവപുരം സിനിമയായി. അപ്പം
സേതു സാറ് പറഞ്ഞാണ്, സേതുങ്ങൾ പറഞ്ഞാണ്. അപ്പം ആ സമയത്താണ് പെരുവഴിയമ്പലം സിനിമയാക്കുന്നതിനെ പറ്റി. അപ്പം എന്ത് പറ്റി പപ്പൻ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു? മറ്റേ സുഖമുള്ള പണിയാണല്ലോ, ബാക്കിയുള്ളവർ സംവിധാനം നമുക്ക് കൃത്യമായി പൈസ കിട്ടും. അപ്പൊ അച്ഛൻ പറഞ്ഞു, ബാക്കിയുള്ളവർ എടുത്ത് ചെലവാക്കുന്നതിനേക്കാൾ സ്വയം എടുത്ത് ചെലവാക്കുന്നതല്ലേ അതാകുമ്പോ ഒരു സമാധാനം ഉണ്ടല്ലോ. എന്നിട്ട് തമാശക്ക് എങ്ങനെ എന്താ പാണ്ഡവരം ഇങ്ങോട്ട് ചോദിച്ചത്, പുള്ളിയൊന്നും മിണ്ടിയില്ല, ചിരിച്ചു എന്ന് പറഞ്ഞു. മിക്കവാറും എനിക്കൊന്ന് എഴുത്തുകാർക്ക്, എൻ്റെ പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ, ഒരാൾ സുഭാഷ് ചന്ദ്രൻ തന്നെയാണ്, മറ്റേയാൾ ആറൂട്ടി. രണ്ടുപേരുടെയും രണ്ട് കഥകൾ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് കഥകൾ സിനിമയായി. അപ്പൊ രണ്ടുപേരോടും പറഞ്ഞത്, സോറി സിനിമ കാണാൻ പറ്റിയില്ല. രണ്ടുപേരും പറഞ്ഞു കാണുകയും ചെയ്യരുത്, കഥയോടുള്ള ഇഷ്ടവും വിശ്വാസവും ഉണ്ടല്ലോ അതവിടെ നിൽക്കട്ടെ, അത് കളയണ്ട എന്നാണ് ഈ രണ്ടുപേരും എന്നോട് പറഞ്ഞത്. അപ്പൊ അത് പലപ്പോഴും എഴുത്തുകാരൻ കാണുന്ന ഒരു മാനമല്ല സംവിധായകൻ കാണുന്നത്. ചിലപ്പോൾ അയാൾ കാണുന്നതിന് അപ്പുറത്തേക്ക് കാണാൻ പറ്റും. കെ സുധാകരനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ MK ചന്ദ്രശേഖർ, അപരന്റെ കഥയിലെ ഒരു പങ്കാളി, ഒന്ന് അച്ഛൻ്റെ തന്നെ അപരൻ എന്നുള്ള കഥയും മറ്റൊന്ന് അദ്ദേഹത്തിന്റെ എന്തോ ഒരു ശത്രു എന്ന് പറയുന്ന ഒരു കഥയാണ് മനോരാജ്യത്തിൽ വന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് പോലും വെക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ്. കാരണം അദ്ദേഹം പ്രതീക്ഷിച്ച ക്ലൈമാക്സ് ഒന്നും അല്ല അതിന്റെ എൻഡിൽ ഈ പറയുന്ന രണ്ടുപേരും തമ്മിൽ കാണുന്നതും ഫൈറ്റ് ചെയ്യുന്നതും ഒക്കെയാണ്. അവരുടെ ഏറ്റവും വലിയ നോവലിറ്റി അവർ തമ്മിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കാം. എഴുത്തുകാരൻ അല്ലെങ്കിൽ സംവിധായകൻ മൂലകൃതി എഴുതിയതിനെ കവച്ചു വെക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാം. അതെ. ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ആടുജീവിതമായിരിക്കും. ഒരു 2 വർഷം മുൻപ് പുറത്തിറങ്ങിയ സിനിമ. അപ്പോ ആടുജീവിതം എന്നത് മലയാളികളെ സംബന്ധിച്ച് ആ നോവൽ പൂർണ്ണമായിട്ടും മനസ്സിലുണ്ട്. അത് വായിക്കാത്തവരായിട്ട് ഒരുപക്ഷെ സാഹിത്യപ്രേമികൾ ഉണ്ടാവില്ല എന്ന് പറയാം. അത് പിന്നീട് ചലച്ചിത്രമാകുന്നു, അതിന് ഒരുപാട് അവാർഡുകൾ ലഭിക്കുന്നു, അംഗീകാരങ്ങൾ ലഭിക്കുന്നു. ആടുജീവിതത്തെ പ്രത്യേകം എടുത്തുകൊണ്ട് താങ്കൾക്ക് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു വായനാനുഭവവും ദൃശ്യാനുഭവവും തമ്മിലുള്ളൊരു താരതമ്യം എങ്ങനെയാണ്? രണ്ടിനോടുമുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അങ്ങനെ നിൽക്കട്ടെ. എല്ലാവർക്കും വളരെ സബ്ജക്റ്റീവാണ്. എവരിത്തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് സബ്ജക്റ്റീവ്. എല്ലാം എന്താ പറയേണ്ടത്, വളരെ നമ്മുടെ മാത്രമായ ഇതാണ്. അതിൽ ഒബ്ജക്റ്റീവായിട്ട് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദൃശ്യഭാഷയിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ വന്നിട്ടുള്ള കഥകൾ ഏതൊക്കെയാണ്? പ്രത്യേകിച്ചും ചെറുകഥകൾ. MT ഒക്കെ ഏറ്റവും കൂടുതൽ നോവലുകളെക്കാൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെയൊക്കെ ചെറുകഥകളാണ് സിനിമയാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മികച്ചൊരു ദൃശ്യാനുഭവം എന്ന് നമുക്ക് പറയാവുന്ന ഈ ഒരു അഡാപ്റ്റേഷനിൽ വന്നിട്ടുള്ള കൃതികൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഒളിവ് തീരവും പള്ളിവാളും കാൽച്ചിലവും ഒരിക്കലും നിർമാല്യമല്ലല്ലോ. നിർമാല്യമായപ്പോൾ അതിൻ്റെ വേറൊരു മെറ്റമോർഫോസിസ് സംഭവിച്ചു. അതുപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അഡാപ്റ്റേഷനാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത എന്താണ് ഒരു ഡിറ്റക്റ്റീവ് സിനിമ എന്നൊക്കെ ഞാൻ കരുതുന്നത് മധുസാർ ഡയറക്ട് ചെയ്ത പ്രിയാണ്. അത് സി രാധാകൃഷ്ണന്റെ തേവിടിശി, ഒരു എപ്പിസ്റ്റോളറി കത്തുകളുടെ രൂപത്തിലുള്ള ഒരു നോവലാണ്. അതിനെ അദ്ദേഹം മാറ്റിയെടുത്തിരിക്കുന്നത് എത്ര പേര് നിങ്ങൾ പ്രിയ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കാണേണ്ട പടമാണ്, മലയാളത്തിലെ ലാൻഡ്മാർക്ക് മൂവീസിലൊന്നാണ്. അങ്ങനെ ഒരു ജോണർ, അതിലും എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. അതിൻ്റെ അകത്ത് വില്ലനാണ് മധുസാർ. അതിൻ്റെ അകത്ത് ഈ കുറ്റാന്വേഷകനായിട്ട് വരുന്ന ആരാന്നറിയോ? അടൂർ ഭാസിയാണ്. അടൂർ ഭാസി വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എൻ്റെ അകത്ത് ബോംബെയിലാണ് അത് പൂർണ്ണമായും ചിത്രീകരിച്ചത്. പൂർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കുറേയൊക്കെ അത് മദ്രാസിൽ സെറ്റിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു മനോഹരമായ അഡാപ്റ്റേഷനായിരുന്നു. അത് അത്തരം പല ഉൾപ്പിരിവുകൾ തുലാവർഷം എന്നുള്ള പേരിൽ തരക്കേടില്ല, ഭേദപ്പെട്ട അഡാപ്റ്റേഷനായിരുന്നു. മോശം അഡാപ്റ്റേഷൻസും ഉണ്ട്, ഓഡിയോ പടങ്ങളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല. അച്ഛൻ്റെ വാടകയ്ക്ക് ഒരു ഹൃദയം വളരെ മോശം അഡാപ്റ്റേഷനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സൂപ്പർ ഹിറ്റാണ്. സുപ്രിയ ഫിലിംസ് പറഞ്ഞ പോലെ ഇതായവിടവരെക്കാട്ടിലും ജനനിർവഹത്തിനെക്കാട്ടിലും തകരെക്കാട്ടിലും ലോറയെക്കാട്ടിലും ഒക്കെ കാശ് കിട്ടിയ പടം വാടകയ്ക്ക്. അത് എങ്ങനെയാന്ന് ചോദിച്ചു. അത് ഡബ് ചെയ്ത് മറ്റും ഫോർ ദ റോങ് റീസൺസ് ആണ് കാശ്. പക്ഷെ ഭയങ്കരമായ സാമ്പത്തിക വിജയം നേടിയ പടം. അച്ഛൻ എനിക്ക് തോന്നുന്നത് അച്ഛൻ ആ സമയത്ത് ഒരു 7 സ്ക്രീൻ പ്ലേസ് ഒക്കെ ഒരുമിച്ച് എഴുതുന്ന ഒരു പീരീഡാണ് 77-78 എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കൈതന്നിപ്പോയ കുറെ സംഭവങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടി ഏകാഗ്രമായിട്ട് എഴുത്തിലേക്ക്. സത്രത്തിന്റെ രാത്രിയാണ് മറ്റൊന്ന്, അച്ഛന്റെ അമൃതയത്ത് എന്ന് പറയുന്ന കഥ. അത് കഴിഞ്ഞപ്പോഴാണ് സ്വയം സംവിധാനം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അത് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ, സേതു സാറിന്റെ അടുത്ത് പറഞ്ഞ പോലെ, മറ്റുള്ളവരുടെ അടുത്ത് നശിപ്പിക്കുന്നതിനേക്കാൾ സ്വയം നശിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ്. അത് നല്ലതായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ. എന്നാൽ ഇപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു സിനിമയാക്കാൻ
അല്ലെങ്കിൽ സിനിമയാക്കിയാൽ നന്നാവില്ല എന്ന് തോന്നിയ ചില കൃതികളുണ്ട്. ഇപ്പോ ഖസാക്കിന്റെ ഇതിഹാസം അതിനെക്കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹം തന്നെ അത് സിനിമയാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഈ രീതിയിൽ മലയാള സാഹിത്യത്തിൽ നമുക്ക് ദൃശ്യഭാഷയേക്കാൾ ഏറ്റവും മികച്ചത് വായനക്കാർ അക്ഷരങ്ങളിലൂടെ തന്നെ വായിക്കുമ്പോഴാണ് എന്ന് തോന്നിയിട്ടുള്ള ഇത്തരം കൃതികൾ എന്തുകൊണ്ടായിരിക്കും ഒരു ദൃശ്യഭാഷയിലേക്ക് വരുമ്പോൾ അതിന് കരുതിയ മിഴിവുണ്ടാകില്ല എന്ന് തോന്നുന്നത്? ഈ ഉദാഹരണങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പൊ നേരത്തെ പാണ്ഡവപുരം അത് അത്തരം ജോണറിലൊക്കെ ഒരു പടം ചെയ്യുമ്പോൾ അത് ഒരിക്കലും ജനപ്രിയമാവില്ല. അത് ഒട്ടും എന്താ ആളുകളിലേക്ക് എത്തില്ല. ഇപ്പം ഖസാക്കൊക്കെ ഏതാണ്ട് ആ ഒരു ലെവലിൽ കിടക്കുന്ന ഒരു നോവലാണ്. മറ്റൊന്ന് എനിക്ക് വളരെ ഡിസപ്പോയിന്റ്മെന്റ് തോന്നിയ ഒന്ന് ഒറ്റയടി പാതകളാണ്. സീതാരാമകൃഷ്ണന്റെ മനോഹരമായ നോവലാണ്, അതിമനോഹരമായ നോവലാണ്. പക്ഷെ അത് അദ്ദേഹം തന്നെ സിനിമയാക്കിയപ്പോൾ എനിക്കെന്തോ ഒരു നിരാശയായിരുന്നു. അവർ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. അതിനെ ഒരു കുറച്ചുകൂടെ അബ്സ്ട്രാക്ട് ആക്കുകയും കുറച്ചുകൂടെ ഒരു അവാർഡ് ലൈനിലേക്ക് പോവുകയൊക്കെ ചെയ്തതോടുകൂടി അതിന് ആ കഥയുടെ മാധുര്യം നഷ്ടപ്പെട്ട പോലെ തോന്നിയിട്ടുണ്ട്. ഇത് ആർക്കും സംഭവിക്കാം, ഇത് ഏത് വലിയ എഴുത്തുകാരനും സംഭവിക്കാം. അത് അങ്ങ് വന്ന് വീഴുന്നതാണ്. അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നല്ല അഡാപ്റ്റേഷൻ GR ഇന്ദുഗോപന്റെ പൊന്മാൻ ആണെന്നാണ് ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നിയത്. പൊന്മാനായിരുന്നു. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും OTTയുടെ കാലത്ത് സിനിമകളുടെ കാലം മാറി കഥ മാറി എന്ന് നമ്മൾ പറയാറുണ്ട്. ഇന്നത്തെ കാലവും മാറി, അതിനനുസരിച്ച് സിനിമയിലൂടെ പറയുന്ന കഥയുടെ ഒരു പാറ്റേണും മാറിയിട്ടുണ്ട്. OTTയുടെ കാലത്ത് താങ്കൾക്കുള്ള ഒരു അനുഭവം എങ്ങനെയാണ്? പ്രത്യേകിച്ചും ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറാണ്. അപ്പോൾ ആ രീതിയിൽ OTTക്ക് വേണ്ടി കൊണ്ടുവരുന്ന കഥകൾ അതിനെ ജഡ്ജ് ചെയ്ത് അത് എത്രത്തോളം മികച്ചതാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ കൂടി തീരുമാനിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ താങ്കൾക്ക് ഈ വരുന്ന ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഈ OTT കാലത്ത് ഈ വിഷയത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഞങ്ങൾ സത്യം പറഞ്ഞ ഒരുപാട് നോവലുകൾ വായിക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് തുടർച്ചയായിട്ട് വായിക്കുന്ന മുഴുവൻ ഒരു OTT വായനയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വന്ന് ജനപ്രിയ നോവലുകൾ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ രാം കെയർ ഓഫ് ആനന്ദി അതിന്റെ എഴുത്തുകാരനോട് ചോദിച്ചു, ഞങ്ങൾക്ക് അത് സീരീസ് ആക്കാൻ തരാമോ? പക്ഷെ അത് സിനിമയാക്കാൻ പോകാൻ അല്ലെങ്കിൽ അദ്ദേഹം തരാൻ തയ്യാറായിരുന്നു. അദ്ദേഹം ഒന്നും കൂടെ എന്ന് ആലോചിച്ചിട്ട് പറയാം, ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അതൊരു വളരെ അറിയപ്പെടുന്ന ഒരു തിരക്കഥാകൃത്താണ് എന്റെ സിനിമ രൂപം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ് OTT. കാരണം കുറെയൊക്കെ നമുക്ക് നീതി പുലർത്താൻ പറ്റും. ഈ വലിയ ലോങ് നെറേറ്റീവിന് നീതി പുലർത്താൻ പറ്റും. പഴയ നോവലുകളും പുതുക്കിയ രൂപത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അറിയില്ല, പക്ഷെ നമ്മുടെ ജനറേഷൻ കാണുന്ന ഒരു സോൺ എന്ന് പറയുന്നത്, ഒരു ഏജ് സോൺ എന്ന് പറയുന്നത് 15 to 30 ആണ്. OTT ഞങ്ങൾ കാണുന്നത് അങ്ങനെയാണ്. അപ്പം അവർക്ക് അപ്പീൽ ചെയ്യുന്നതായിരിക്കണം. അപ്പൊ ഒരുപക്ഷെ നമ്മൾ പഴയ നൊസ്റ്റാൾജിയ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എടുക്കണമെന്നില്ല, അല്ലെങ്കിൽ അതിന് വേറൊരു രൂപത്തിൽ ചെയ്യാം. ഞാൻ പറഞ്ഞ ലോങ് നെറേറ്റീവ് ആണ്. 6-7 എപ്പിസോഡ് വരുന്നത് ചെറുതിൽ പിന്നെയും പരീക്ഷണമാവാം. വേറെ വലിയ നെറേറ്റീവ് വരുന്നുണ്ട്. 80-100 എപ്പിസോഡുകളുടെ ഒരു സെലിബ്രേറ്റഡ് സീരിയൽ എന്ന് പറഞ്ഞുകൂടാ, ലോങ് റണ്ണിങ് സീരീസ് എന്ന് പറയുന്നതാണ് ഇനി വരുന്നത്. റാം കെയർ ഓഫ് ആനന്ദി പോലെയുള്ള കൃതികൾ നമ്മൾ സിനിമാറ്റിക് നോവൽസ് എന്നാണ് പറയാറ് തന്നെ. അപ്പോ ആ രീതിയിലെ ഒരു ദൃശ്യഭാഷയെ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള നോവലുകൾ കൂടുതൽ വരുന്നത് സിനിമയ്ക്ക് സഹായകരമാവും. തീർച്ചയായിട്ടും അത് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ടിംഗ് ആണ്. അത് അങ്ങനെ നോവലുകൾ. പക്ഷെ ഈ വരുന്നതിൽ പലതും വായിച്ചു പോകാൻ സുഖം ഉണ്ടാവും. പക്ഷെ വിഷ്വലിലേക്ക് വരുമ്പോൾ ചിലത് ഈ പറഞ്ഞ പോലെ ആളുകളിലേക്ക് എത്താതെ പോകുന്നുള്ളത് കൊണ്ട് പലതും മാറ്റി വെക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ അത് ചിലതിൻ്റെയൊക്കെ ഈ ചിത്രീകരണ ദുഷ്കരം ആയതുകൊണ്ട് മാറ്റി വെക്കുന്നത് കൊണ്ട് ധാരാളം വരുന്നുണ്ട്. ഒരുപാട് കൺസിഡറേഷൻ വരുന്നുണ്ട്. നമുക്ക് വിദേശ രാജ്യത്തുള്ള ഒരുപാട് മികച്ച കൃതികൾ അത് നമ്മൾ ഈ വിവർത്തനം ചെയ്ത് സാഹിത്യകൃതിയായി വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന രീതിയിൽ പലതും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുന്നു. പക്ഷെ അതിന്റെ ഒരു ലോക്കൽ അഡാപ്റ്റേഷൻ എന്ന രീതിയിൽ മലയാളത്തിൽ ഏതാനും കൃതികളൊക്കെ വന്നിട്ടുണ്ട്. ആ രീതിയിൽ മികച്ച വിദേശ കൃതികൾക്ക് ഉള്ള ഒരു അഡാപ്റ്റേഷൻ നമ്മുടെ സാധ്യത എത്രത്തോളമാണ് മലയാളത്തിൽ? വിദേശ കൃതികളുടെ റൈറ്റ്സ് കിട്ടുക എന്ന് തന്നെ വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഹിന്ദിയിലൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ തന്നെ ഹിന്ദി അവർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും. മലയാളം പോലെ ഒരു ചെറിയ ഭാഷയിൽ അത് പ്രയാസമായിരിക്കും.
നമുക്ക് സംസാരിച്ച് ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി പറഞ്ഞോളൂ. ഓഡിയൻസിനുള്ള ചോദ്യത്തിനുള്ള ഒരു സമയമാണ്. നമുക്ക് 5 മിനിറ്റ് 7 മിനിറ്റാണ് ഇനി ചോദ്യത്തിനുള്ളത്. മലയാളികള് ഇന്നത്തെ കാലത്ത് ഒരുപാട് ആഘോഷിക്കപ്പെടുന്ന ഒരു ചിത്രമാണ് തൂവാനത്തുമ്പികൾ. ആ ചിത്രത്തിന്റെ മൂലകഥ എന്ന് പറയുന്നത് പത്മരാജൻ സാറിന്റെ ഉദകപ്പോളയാണ്. ചിത്രം ഇറങ്ങിയ കാലത്ത് ഒരുപാടൊന്നും ആഘോഷിക്കപ്പെട്ടില്ലെങ്കിലും ഇന്ന് ഒരുപാട് ആഘോഷിക്കപ്പെടുന്ന ഒരു ചിത്രമാണ് തൂവാനത്തുമ്പി. ഉദകപ്പോളയുടെ ഒരു ഭാഗം മാത്രം, അതിൽ അത്ര എന്നും പ്രാധാന്യമില്ലാത്ത 2 കഥാപാത്രങ്ങൾ ജയകൃഷ്ണനും ക്ലാരയും എടുത്ത് മറ്റൊരു മനോഹര ചലച്ചിത്ര കാവ്യമാക്കിയിരിക്കുകയാണ് തൂവാനത്തുമ്പികൾ. എവർഗ്രീൻ റൊമാൻസ് ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അറ്റത്തിന് ആണ് ആ ചിത്രം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഉദകപ്പോള എന്ന് പറയുന്ന നോവലിലെ മറ്റു 2 കഥാപാത്രങ്ങളുണ്ട്. മേനോനും ദേവി, കർണാകര മേനോനും ദേവിയും 2 കഥാപാത്രങ്ങളുണ്ട്. ഈ ജയകൃഷ്ണനെയും ക്ലാരയെയും മാറ്റി നിർത്തി കർണാകര മേനോനെയും ദേവിയെയും മുൻനിർത്തി ഒരു ചിത്രം ഇന്നത്തെ കാലത്തുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ, ആ കഥാപാത്രങ്ങളെ കുറിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ഇന്നത്തെ സോഷ്യൽ മീഡിയയും ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥകളും ചാടിപ്പുറപ്പെട്ട് ആക്രമിക്കാൻ തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആ കഥാപാത്രങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു കഥാപാത്രത്തെ വെച്ച് ഇന്നൊരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ അത് എത്തരത്തിലായിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചേട്ടന് പറയാമോ? അച്ഛൻ ആദ്യം ആലോചിച്ചത് ശരിക്കും തൂവാനത്തുമ്പികളായിരുന്നില്ല, ഈ പറയുന്ന സ്ട്രീമായിരുന്നു. കർണാകര മേനോന്റെയും ദേവിയുടെയും ആ ഒരു അവരുടെ ഒരു കഥ ഉണ്ടല്ലോ, ആ ഒരു കഥാപ്രപഞ്ചമായിട്ട് അതൊരു NFTC പ്രോജക്റ്റ് ആയിട്ട് ആലോചിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ അത് നടന്നില്ല. പിന്നെ അതിന്റെ അന്നത്തെ കാലത്ത് ഈ കഴുകന്മാരെയൊക്കെ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ഭാരിച്ച ഉത്തരവാദിത്വവും അത് വലിയ ചെലവുള്ള കാര്യമാണല്ലോ. അപ്പൊ അത് പ്രാക്ടിക്കലി അത് എളുപ്പമല്ല എന്നുള്ളത് കൊണ്ട് മാറ്റിവെച്ചതാണ്. പക്ഷെ പ്രതാപോത്തൻ, അന്തരിച്ച പ്രതാപേട്ടൻ എപ്പോഴും പറയുമായിരുന്നു ഇങ്ങനെ, പുള്ളിക്ക് അത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ് എന്ന് പറയുമായിരുന്നു. ഒരു വലിയ ക്ലാസി, പക്ഷെ അതൊക്കെ എപ്പോഴും ഒരു ക്ലാസ് ആയിരിക്കും, ഒരു മാസിലേക്ക് അത് എത്തില്ല, ഒരു സാധാരണ ജനപ്രിയ തലങ്ങളിലേക്ക് എത്തില്ല. ഒരുപക്ഷെ ഒരു വളരെ ടേസ്റ്റ് ഉള്ള ഈ നിങ്ങളെയൊക്കെ പോലെ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് സ്വീകരിക്കുമായിരിക്കും. പക്ഷെ എനിക്കറിയില്ല 15 to 30 പറയുന്ന ജനറേഷൻ എങ്ങനെ അത് എടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് നടക്കുമായിരിക്കും. മഞ്ഞുകാലം നോറ്റ കുതിര നടക്കുമായിരിക്കും, പലതും നടക്കുമായിരിക്കും. പക്ഷെ അത് ഒരുപക്ഷെ അതൊരു OTT-യിലൊക്കെ ആയിരിക്കാം കൂടുതൽ സംഭവിക്കാൻ സാധ്യത എന്ന് തോന്നുന്നു. ഇനി ചോദ്യം. യെസ്, പത്മരാജൻ സാറിന്റെ മറ്റേതെങ്കിലും കഥ ഇനിയും സിനിമയായി കാണണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കഥാരൂപം ഉണ്ടോ എന്നറിയാൻ ഒരു ആഗ്രഹം. അച്ഛന്റെ പ്രതിമയും രാജകുമാരി സിനിമയാക്കാൻ വേറെ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട 1-2 യുവ സംവിധായകർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് അച്ഛനും താല്പര്യം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അന്തരിച്ച ഷാജി എൻ കരുണിന് വളരെ താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു മഞ്ഞുകാലം നോറ്റ കുതിര. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് ശ്രമം നടത്തിയിട്ടുമുണ്ട്. വിനോദ് പ്രധാൻ ക്യാമറ, സക്കീർ ഹുസൈൻ മ്യൂസിക്, എല്ലാവരും ഇപ്പൊ പോയി. ഇങ്ങനെ ഒരു വലിയ ടീമിനെയൊക്കെ അദ്ദേഹം മനസ്സിൽ കരുതിയിരുന്നു. ഇതൊക്കെ എപ്പോഴെങ്കിലും നടക്കുമായിരിക്കും. അപ്പൊ എന്തോ ഒരു ദൃശ്യസാധ്യത ഉള്ളതുകൊണ്ടാണല്ലോ ഇവരൊക്കെ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് വേറൊരു രൂപത്തിലായിരിക്കും ഇനിയിപ്പോ സംഭവിക്കാൻ തോന്നുന്നു. കാലം എപ്പോഴെങ്കിലും അതിനൊരു ഒരു പോഡിയം കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു സ്റ്റേജ് കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനം ഒരു ചോദ്യം കൂടി. യെസ് സർ, പത്മരാജന്റെ മകൻ എന്തുകൊണ്ട് സംവിധാന രംഗത്തേക്ക് വരുന്നില്ല? അദ്ദേഹത്തെ പോലെ തന്നെ രചന വഴികളിലും സിനിമാ വഴികളിലും പ്രതിഭയുള്ള ഒരു വ്യക്തി എന്തുകൊണ്ട് സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നില്ല? ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അച്ഛനൊട്ടും താല്പര്യമില്ലായിരുന്നു, ഒരിക്കലും സിനിമ ഉപജീവനമാക്കരുതെന്നാണ് എന്നോട് പറഞ്ഞത്. അതും മരിക്കുന്നതിന് ഒരു 2 ആഴ്ച മുമ്പ്, നീ ഒരിക്കലും സിനിമ ലക്ഷ്യമാക്കിയത് എഴുതിക്കോളൂ, പക്ഷെ സംവിധാനം ഒരിക്കലും നീ പോകരുതെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അങ്ങനെ ഒരു ഭയങ്കര അബണ്ടന്റ്ലി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ഞാൻ വല്ലപ്പോഴും മാത്രം കഥ എഴുതുന്ന ആളാണ്.
അച്ഛന്റെ എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ ക്രിയേറ്റീവ് ഫൗണ്ടനാണ്. അതായത് കൃത്യം 25 വർഷമാണ്. 65-ൽ ലോല എന്ന മിൽഫോർഡ് എന്ന അമേരിക്കൻ മുൻകുട്ടി, 90 ഡിസംബറിൽ ഗന്ധർവൻ എഴുതി അവസാനിക്കുമ്പോൾ കറക്റ്റ് 25 വർഷം. ആ 25 വർഷത്തിനിടയ്ക്ക് 130-ലധികം കഥകൾ, 14 നോവലുകൾ, 36 സിനിമകൾ എന്നൊക്കെ പറയുന്നത് അസാധ്യമായ കാര്യമാണ്. 65-നും 70-നും ഇടയ്ക്ക് 5 വർഷങ്ങളിൽ 70 കഥകളാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതുമായിട്ടൊന്നും തട്ടിച്ചു നോക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഈ കഥയുടെ ഒരു മഹാതിര അവശേഷിപ്പിച്ച പദപ്പന്തണ്ടും പായൽബാക്കിയും മാത്രമാണ് ഞാൻ. ഐ ആം എ ഹംബിൾ ലെഫ്റ്റ് ഓവർ ഓഫ് എ മൈറ്റി വേവ് വിച്ച് റിസീവ്ഡ്. കഥയ്ക്കും സിനിമയ്ക്കും ഇടയിൽ എന്ന ഈ ഒരു ചർച്ച ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.